റിപ്പോർട്ടിലേക്ക് പോകുന്നു. കാസർഗോഡ് കാലിക്കടവിൽ കാറിൽ കടത്താൻ ശ്രമിച്ച MDMA-യുമായി പെരുമ്പാവൂർ സ്വദേശികൾ പിടിയിലായ സംഭവത്തിൽ രാഷ്ട്രീയ വിവാദം മുറുകുകയാണ്. അതായത് യൂത്ത് കോൺഗ്രസ് നേതാക്കളാണ് ഈ പിടിയിലായതെന്നും മുഖ്യമന്ത്രി VD സതീശൻ്റെ, അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്ന കാലയളവ് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ ആയിരുന്ന വ്യക്തി ഉൾപ്പെടെയാണ് പിടിയിലായതെന്നുമാണ് പ്രധാനമായി ഉയർന്നു വന്ന ആരോപണം. ഈ കേസിലെ മുഖ്യപ്രതിയായിട്ടുള്ള മുഹമ്മദ് ഹുസൈൻ, ഇയാൾ പെരുമ്പാവൂരിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല സംഘടിപ്പിച്ച ഓപ്പറേഷൻ തൂഫാൻ പരിപാടിയുടെയും സംഘാടകനായിരുന്നു. സംഭവം വിവാദമായതോടെ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും പ്രതിരോധത്തിലായിരിക്കുകയാണ്. എന്നാൽ തങ്ങൾക്ക് ഇയാളുമായി, പ്രതികളുമായി ബന്ധമില്ല, സംഘടനയ്ക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് DCC അധ്യക്ഷൻ, എറണാകുളം DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ് MLA ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. യൂത്ത് കോൺഗ്രസും ഇയാളെ തള്ളി പറയുന്നുണ്ട്. ഡാനി പോളിലേക്ക്. ഡാനി, യൂത്ത് കോൺഗ്രസിന് ഇയാളുമായി യാതൊരു ബന്ധവുമില്ല എന്നാണ് കോൺഗ്രസിൻ്റെ വാദം. പക്ഷേ തെളിവുകളുണ്ട്, ദൃശ്യങ്ങളും ചിത്രങ്ങളുമുണ്ട്. മുഖ്യമന്ത്രി VD സതീശനൊപ്പം ഈ പ്രതികൾ നിൽക്കുന്ന ചിത്രങ്ങളൊക്കെ ഇടത് സൈബർ ഹാൻഡിലുകൾ പുറത്തു വിട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ പ്രതിയെ സംരക്ഷിക്കേണ്ട കാര്യമുണ്ടോ? ഇവർ സംഘടനാ രംഗത്തുള്ളവരാണെങ്കിൽ പുറത്താക്കി തടിയൂരാവുന്ന കാര്യമേ ഉള്ളൂ. എന്തുകൊണ്ടാണ് ഇങ്ങനെ തങ്ങൾക്ക് ഇവരുമായി ബന്ധമില്ല എന്ന് കോൺഗ്രസ് ഇത്തരം വാദങ്ങളുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്? ടോമ, ഇതിൽ പ്രതികളുമായി തങ്ങൾക്ക് ബന്ധമില്ല എന്ന് ആവർത്തിച്ച് ഉറപ്പിക്കാനാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം ശ്രമിക്കുന്നത് എന്നതാണ് നമ്മൾക്ക് വ്യക്തമാകുന്നത്. പക്ഷേ ഇതാകട്ടെ പലപ്പോഴും ഫലപ്രാപ്തിയിൽ എത്തുന്നില്ല. കാരണം ഇവരുമായി ബന്ധമുള്ള ഇവർക്കെല്ലാം തന്നെ മുഖ്യമന്ത്രിയുമായി വളരെ അടുപ്പമുണ്ട് എന്ന് സ്ഥാപിക്കാൻ കഴിയുന്ന രീതിയിലുള്ള തെളിവുകൾ ഓരോ സമയവും ഓരോ ഇടവേളകളിലും തന്നെ പുറത്തു വരുന്നുണ്ട്. പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ തന്നെ VD സതീശനുമായി ഇവർക്ക് വളരെ അടുപ്പം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇവർ കോൺഗ്രസ് പ്രവർത്തകരായിരുന്നു. യൂത്ത് കോൺഗ്രസിലെല്ലാം വളരെ സജീവമായിരുന്നു. ഇവർ നേതാക്കന്മാരുമെല്ലാം തന്നെ അടുപ്പം പുലർത്തിയിരുന്നു എന്നതെല്ലാം തന്നെ സ്ഥാപിക്കാൻ കഴിയുന്ന ചിത്രങ്ങൾ വളരെ സജീവമായിട്ട് തന്നെ സൈബർ ഇടങ്ങളിൽ ലഭ്യമാണ്. വളരെ അടുപ്പം. അങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം ഒരു പ്രസ്താവന ഇറക്കിക്കൊണ്ട് ഇത് തള്ളിപ്പറയാനായിട്ട് കഴിയുകയില്ല. നിലവിൽ ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് ശ്രമിക്കുന്നതും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും എല്ലാം ഇവർക്ക് ഒരു ബന്ധവുമില്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളാണ് എല്ലായിടത്തും നടക്കുന്നത്. പക്ഷേ ആവശ്യത്തിനധികം ഫോട്ടോയാകട്ടെ മറ്റു കാര്യങ്ങളാകട്ടെ ഇതെല്ലാം തന്നെ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ ശക്തമായ രീതിയിലുള്ളൊരു പ്രതിഷേധം ഉടലെടുത്തു കഴിഞ്ഞു. അതിപ്പോൾ പ്രതിപക്ഷ നേതാവ് തന്നെ പിണറായി വിജയന് ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കുന്നു. ഇതങ്ങനെ എളുപ്പത്തിൽ മാറ്റി നിർത്താൻ പറ്റുന്ന ഒരു കേസല്ല. ഇതിൽ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞു സർക്കാരിൻ്റെ മുഖമുദ്രയായി പരിപാടി തൂഫാൻ ഒരിടത്ത് അവതരിപ്പിക്കുമ്പോൾ മുഖ്യമന്ത്രിക്കൊപ്പം ആഭ്യന്തരമന്ത്രിക്കൊപ്പം തന്നെ പ്രധാന പ്രതി തന്നെ ഇവർക്കൊപ്പമുള്ള കാര്യങ്ങളെല്ലാം തന്നെ പ്രചരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഭാഗത്ത് കോൺഗ്രസ് UDF എല്ലാം തന്നെ ഇതിനെതിരെ പറയുകയും മറുഭാഗത്ത് ഇവർ തന്നെ ഇതിൻ്റെ കച്ചവടക്കാരായി മാറുകയും ചെയ്യുന്നു എന്നതാണ് പ്രതിപക്ഷത്തിൻ്റെ പ്രധാനമായ ഒരു ആരോപണമായി വരുന്നത്. ഇതെങ്ങനെയാണ് ശരിയാവുക? ഇത് ഏത് രീതിയിലാണ് വ്യാഖ്യാനിക്കപ്പെടുക? സമൂഹത്തിന് ഇതെങ്ങനെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിയുമെന്ന വളരെ ഗുരുതരമായ ചോദ്യങ്ങൾ തന്നെയാണ് ഉയരുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇന്നിപ്പോൾ DYFI പ്രത്യക്ഷമായ പ്രതിഷേധത്തിലേക്ക് എല്ലാം തന്നെ ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഈ സംസ്ഥാന വ്യാപകമായിട്ട് തന്നെ ഇതൊരു ക്യാമ്പയിനായി ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. കാരണം ഇങ്ങനെ ഈ മയക്കുമരുന്ന് കച്ചവടം നടത്തുന്ന ആളുകൾ, അവർക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി എന്താണ് ബന്ധം? നേരത്തെ ഉണ്ടായിരുന്നത് ഒരു സജീവമായിരുന്നപ്പോൾ അന്ന് ഇതെന്തെല്ലാം ചെയ്തു എന്നതടക്കം പരിശോധിക്കണമെന്നതാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത്. പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ പോലും ഈ ആയിരുന്ന കാലത്തും ഈ അടുപ്പമുണ്ടായിരുന്നു. ആ സമയത്തും ഇവരെന്തൊക്കെ ചെയ്തു എന്നതുകൂടി പരിശോധനയുടെ ഭാഗമാകണമെന്നും ആരൊക്കെയാണ് ഇതിൻ്റെ ഇടനിലക്കാരെന്ന് പരിശോധിക്കണമെന്ന് പറഞ്ഞു. ഇപ്പോൾ DYFI പറയുന്നത് മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ് വന്നിരിക്കുന്നത് എന്നതാണ് അവർ പ്രധാനമായും പറയുന്നത്. അപ്പോൾ ഇതിനൊപ്പം കുടപിടിച്ചു കൊടുക്കുന്നവർ ആരൊക്കെയാണ്? ഇതിന് ഗുണഭോക്താക്കൾ, ഇതിൽ നിന്ന് പിരിക്കുന്ന പണം ഇതെല്ലാം എവിടേക്കാണ് പോകുന്നത്? ആർക്ക് വേണ്ടിയാണ് ഈ ഡീലിംഗ് നടത്തുന്നത്? ഇതെല്ലാം പരിശോധിക്കണമെന്നത് ഒരു ആക്ഷേപമായി ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. എന്തായാലും ഈ കേസ് കോൺഗ്രസിന് തലവേദനയാകുന്ന രീതിയിലേക്ക് തന്നെ പോകുന്നു. അതിനെ പ്രതിരോധിക്കുക എന്ന രീതിയിലുള്ള ശ്രമങ്ങൾ ഇവർ കോൺഗ്രസ്സുകാരെ അല്ല എന്ന രീതിയിലാണ് കോൺഗ്രസ് ഇപ്പോൾ പ്രസ്താവനകൾ ഇറക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ള
ആളുകളല്ല എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പറയുവാനും പ്രചരിപ്പിക്കുവാനും പ്രതിരോധിക്കുവാനും ശ്രമിക്കുന്നത്. പക്ഷേ അത് എത്ര കണ്ട വില പോകും എന്നതാണ്. കാരണം ഈ ചിത്രങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ പുറത്തുവിട്ടുകൊണ്ടാണ് ഒരു സൈബർ ഇടപെടൽ സോഷ്യൽ മീഡിയയിൽ നിന്ന്. അങ്ങനെ ഇവർക്ക് കോൺഗ്രസുമായി ബന്ധമുണ്ടെങ്കിൽ സംഘടനാ തലത്തിൽ നടപടിയെടുക്കണം, നിയമ നടപടി സ്വീകരിക്കണം. അതുമാത്രമല്ല, മന്ത്രിമാരും മുഖ്യമന്ത്രിയൊക്കെ ഒന്ന് ജാഗ്രത പാലിക്കണം, നല്ലതാണ്. പലരും ഇതുപോലുള്ള തട്ടിപ്പുകാരും ലഹരിക്കടത്തുകാരും അതോടൊപ്പം കള്ളപ്പണക്കാരും ഒക്കെ നിങ്ങളെ സമീപിച്ചേക്കാം, അടുപ്പം സ്ഥാപിച്ചേക്കാം. അവരുടെ പിന്നിലും മറ്റു പല ഉദ്ദേശങ്ങളും ഉണ്ടാകാം. സർക്കാരുമായും മന്ത്രിയുമായും അടുപ്പമുണ്ടെന്ന് പറഞ്ഞ് അത് മുതലെടുക്കുന്ന, അതുവഴി തട്ടിപ്പ് നടത്തുന്ന ആളുകളുണ്ടെന്നുള്ള കാര്യം ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.